നാളെ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 1.5 ലക്ഷം രൂപ മേടിച്ച് ഈ കാപാലികന്മാരുടെ പൈസ ഞാൻ മേടിച്ച് ഞാൻ പോകാഞ്ഞത്. ഞാൻ അനങ്ങാതെ പോയി കഴിഞ്ഞാൽ നാളെ ഇനിയും ഓരോ അച്ഛനമ്മമാരുണ്ടാവും ഈ കൊട്ടാരക്കരയിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ 1.5 ലക്ഷം രൂപ വേണ്ട. എൻ്റെ അച്ഛനെ നിങ്ങൾ ഈ സ്ഥിതിയിലാക്കിയെങ്കിൽ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുക. എൻ്റെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. കൊട്ടാരക്കരയുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാർ. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിലൂടെ തൻ്റെ പിതാവിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായെന്ന ആരോപണവുമായി മകൻ രംഗത്തെത്തി. തൃക്കണ്ണമംഗൽ സ്വദേശിയായ സുനിൽ മാത്യുവാണ് പുലമണിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയത്. സാർ, ഈ മാസം 5-ാം തീയതി കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അച്ഛന് വയറുവേദനയായിട്ട് സംബന്ധമായ കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അഡ്മിറ്റ് അല്ല, നമ്മൾ അവിടെ ചെല്ലുകയാണ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അവിടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയ മുഖാന്തരം അവർ പറഞ്ഞു കൗണ്ടും ക്രിയാറ്റിനും കുറവാണോ കൂടുതലാണെന്നോ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല സാർ. ഉടനെ അത് പറയുകയും അവരെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3-4 പേരോളം കൂടി PROകളും ഒരു ഡോക്ടറിൻ്റെ ഇതിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യുന്നോ, നിങ്ങൾ പോകുന്നോ? ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, നമ്മുടെ അച്ഛനാണല്ലോ സാർ രോഗം മാറേണ്ടത്, അവർക്കല്ലല്ലോ. ഞാനങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഒരു വൈകിട്ടോടുകൂടി ഇവർ നേരെ ICUലേക്ക് മാറ്റിയാണ്. ഇവർ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ICUവിൽ കയറ്റുന്നത് നിങ്ങൾക്ക് താല്പര്യമാണ്? എൻ്റെ അച്ഛൻ്റെ ബോഡിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ബോഡി വീക്കാവുകയും ഹോസ്പിറ്റലിൽ പറ്റില്ല എന്ന് തോന്നിയപ്പം ഉടൻ തന്നെ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, നമ്മൾ ഇന്നുവരെ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അതുവരെ ഡോക്ടർ പറഞ്ഞത് ഇവിടെ റേഡിയോളജി സൗകര്യം ഉണ്ടെന്നും റേഡിയോളജി ഡോക്ടർ ഉണ്ടെന്നുമാണ് ഇവർ പറഞ്ഞത്. ഞാൻ അത് മുഖാന്തരം എന്ത് ചെയ്തു, ഇവരുടെ വിശ്വാസത്തിൽ ഇവർ ആൻറ്റിബയോട്ടിക് എല്ലാം കൂടുതൽ കുടിക്കുകയും ഇതെല്ലാം ഇവിടെ വെച്ച് എല്ലാ പ്രശ്നങ്ങളും തീരും, അച്ഛൻ അസുഖം ഭേദപ്പെടുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഇവർ 6-ാം ദിവസം ഇവർ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഇവിടുന്ന് വെളിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും 69 വയസ്സേ ഉള്ളായതുകൊണ്ട് ഈ പുള്ളിക്ക് ഒരു കുഴപ്പവും പറ്റില്ല. എന്നോട് മുന്നേ പറഞ്ഞത് സാർ എന്നോട് പറഞ്ഞത് ഇവിടെ ചികിത്സിക്കാമെന്നും ഇവിടുന്ന് കൊണ്ടുപോയാൽ ജീവന് ഭീഷണി ഉണ്ടാവുമെന്നും ഈ 2 ഡോക്ടർമാരുമാണ് ഈ 2 വട്ടവും 2 രീതിയിൽ പറഞ്ഞത്. ഇത് മുഖാന്തരം ഞാൻ 6-ാം ദിവസം എൻ്റെ നിർബന്ധ പ്രകാരം വിജയാസ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവിടുത്തെ ടെസ്റ്റുകൾ മനസ്സിലായത് ഇവിടെ കൊടുത്ത മരുന്നുകളും ഇവിടെ കൊടുത്ത ട്രീറ്റ്മെൻറ്റുകളും ശരിയല്ല എന്നും. അന്നേരം ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഡോക്ടർ ഇത് സംഭവിച്ചത്? അന്നേരം പറഞ്ഞു, ഈ പറഞ്ഞ റഫറൻസ് ലെറ്ററിൽ എഴുതിയേക്കുന്ന ഈ പറഞ്ഞ ബ്ലഡ് കിഡ്നിക്കും ലിവറിനും പഴുപ്പില്ലെന്നും അതായത് യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളെന്നുമാണ് നമുക്ക് കിംസിൽ നിന്നും നമുക്ക് പറഞ്ഞറിഞ്ഞത്. അത് അവർ പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് CT സ്കാൻ ചെയ്തത് മുഖാന്തരമാണ് അറിഞ്ഞതെന്ന്. അങ്ങനെ ഇവർ തന്ന സമ്മറി നോക്കിയപ്പം അവർക്ക് ചിരി വരുവാണ്. കാരണം ഇതാണ് സമ്മറി എന്ന്. ഞാൻ ചോദിച്ചു, എന്താ മാഡം ചിരിക്കുന്നത്? അത് ഇവിടെയല്ല, ഇങ്ങനെയല്ല സമ്മറി തരേണ്ടത്, ഇത് കമ്പ്യൂട്ടറിലാണ് സമ്മറി തരേണ്ടത്. ഇങ്ങനൊരു സമ്മറി എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി സാർ. ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാൻ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനെ മുഖാന്തരം ഞാൻ സംസാരിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ അവിടുത്തെ ഒരു ഡോക്ടറും മാനേജ്മെൻറ്റും കൂടെ ഞങ്ങളെ വിളിക്കുകയും അങ്ങനെ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടുകൂടി 10 മണിയോടുകൂടി കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റൽ ആ ഡോക്ടറിൻ്റെ OPയിൽ ചെല്ലുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പം എൻ്റെ ഭാഗത്ത് ശരിയാണെന്നും ഈ പറഞ്ഞ ഹോസ്പിറ്റലിന് തെറ്റുപറ്റിയെന്നും അവർ പറയാതെ സമ്മതിച്ചു. വിഷമിക്കുകയും കരയുകയും ചെയ്യുകയാണ്. പുള്ളി കരഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ഡോക്ടർ ഈ അശോക് ഡോക്ടർ വെളിയിൽ പോയിപ്പോൾ കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു വരുത്തി ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അന്നേരം ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് വിജയാസ് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചെന്നും അങ്ങനെ 1 ലക്ഷം രൂപ അടച്ചതും 10,000 രൂപ ഞങ്ങൾക്ക് ഈ പറഞ്ഞ CT സ്കാനും അതും സംബന്ധമായ ടെസ്റ്റുകൾ ചെയ്തേം കൂടെ കൂട്ടി ഞങ്ങൾക്ക് 1,10,000 രൂപ തരാമെന്ന് പറഞ്ഞു സാർ. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പിറ്റേന്ന് വരാനും ഞാൻ അങ്ങനെ അതിൻ്റെ MDയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ MD ആയിട്ട് സംസാരിച്ച് വിളിച്ചപ്പം പറഞ്ഞ് ഞാൻ നാളെ 11 മണിക്ക് വരാമെന്നും. അങ്ങനെ ഞാനൊരു അച്ഛനെ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പം ഒരു 2 മണിയോളം കൂടിയായി. ഈ 2 മണിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ഡോക്ടറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ലാസ്റ്റ് സുനിലിന് ഒരു 1.5 ലക്ഷം രൂപ തന്ന് ഈ പ്രശ്നം ഒതുക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ 1.5 ലക്ഷം രൂപ വേണ്ട. എൻ്റെ അച്ഛനെ നിങ്ങൾ ഈ സ്ഥിതിയിലാക്കിയെങ്കിൽ
നിങ്ങൾ എനിക്ക് തിരിച്ചു തരുക. എൻ്റെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ സാർ. എനിക്ക് ഈ ഹോസ്പിറ്റലിനെ തകർക്കണമെന്നോ മറ്റു കാര്യങ്ങളോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ എൻ്റെ അച്ഛൻ ഈ വന്നത് നാളെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥിക്കാൻ. കാരണം ഞാനിത് 1.5 ലക്ഷം രൂപ മേടിച്ച് ഞാൻ അനങ്ങാതെ പോയി കഴിഞ്ഞാൽ നാളെ ഇനിയും ഓരോ അച്ഛനമ്മമാരുണ്ടാവും ഈ കൊട്ടാരക്കരയിൽ. അതുകൊണ്ട് ഇതിന് കൊട്ടാരക്കരയിലുള്ള നല്ല മാധ്യമ പ്രവർത്തകരും അതിനുള്ള അധികാരികളും എന്നെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാർ. തുക വന്നിട്ട് എനിക്ക് അടയ്ക്കുവാൻ പോലും എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല സാർ. നിങ്ങൾ എന്നിട്ട് പോലും ഞാൻ ഈ 1.5 ലക്ഷം രൂപ മേടിക്കാഞ്ഞതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അച്ഛനെ വിൽക്കുവാൻ തയ്യാറില്ല. 7th ഫ്ലോറിൽ ICUവിൽ നിങ്ങൾ ഒന്ന് വന്ന് കാണണം സാർ. ബന്ധപ്പെട്ട അധികാരികൾ വന്ന് കാണണം സാർ. എന്നിട്ട് നിങ്ങൾ എനിക്ക് എന്ത് സഹായവും നിങ്ങൾ ചെയ്താൽ മതി. കൊട്ടാരക്കരയുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാർ. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇതിനൊന്നും മുന്നോട്ട് പോകാനോ ഒന്നിനും പോകില്ല. എൻ്റെ അച്ഛന് ആയുസ്സും ആരോഗ്യവും തിരിച്ചു തന്നാൽ ഞാൻ ഒരിക്കലും ഈ വിജയാസിനെതിരെ ഒരു കാര്യത്തിനും ഞാൻ പോവില്ല സാർ. ഈ പോയ കാര്യങ്ങളെല്ലാം ഞാൻ മറക്കും. പക്ഷേ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ ലോകം ഏതങ്ങേയറ്റത്തെ നിയമവ്യവസ്ഥയിലും ഏതങ്ങേയറ്റത്തെ കോടതിയിലും ദൈവത്തിൻ്റെ മുമ്പിലും ഞാൻ പോയി പറയും സാർ. ഞാനല്ലാതെ ആരോടെ പറയും? ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി നാളെ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 1.5 ലക്ഷം രൂപ മേടിച്ച് ഈ കാപാലികന്മാരുടെ പൈസ ഞാൻ മേടിച്ച് ഞാൻ പോകാഞ്ഞത്. എനിക്കും ബുദ്ധിമുട്ടുണ്ട് സാർ. ഞാനും ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എനിക്കും കഷ്ടപ്പാടുണ്ട്. ഞാൻ വലിയ കോടീശ്വരനൊന്നുമല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവരാണ്. എന്നാൽ സുനിലിൻ്റെ ആരോപണങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ ആശുപത്രി മാനേജ്മെൻറ്റ് തയ്യാറായില്ല. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്.